42 കോടി വർഷങ്ങൾക്ക് മുൻപാണ് മത്സ്യവംശം ഭൂമിയിൽ ഉത്ഭവിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഭൂമിയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നെങ്കിലും അതിനെയെല്ലാം മത്സ്യവംശം അതിജീവിച്ചു. അതിലൊന്നാണ് സീൽകാന്ത് എന്ന മീനുകൾ. ഇന്ന് ഭൂമിയിലുള്ള മത്സ്യവംശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വിഭാഗങ്ങളിൽ ഒന്നാണിത്. ജീവിക്കുന്ന ഫോസിൽ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 100 വർഷം ഇവ ജീവിച്ചിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, ടാൻസാനിയ, കിഴക്കൻ ആഫ്രിക്കൻ തീരത്തുള്ള ദ്വീപായ കൊമോറോസ് എന്നിവിടങ്ങളിലാണ് നിലവിൽ സീൽകാന്തുകളെ കണ്ടുവരുന്നത്. മഡഗാസ്കർ ആണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഫോസിലുകളിലൂടെയാണ് ആദ്യം ഈ മത്സ്യത്തെപ്പറ്റി ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത്. വംശനാശം സംഭവിച്ചുവെന്ന് ആദ്യം ധരിച്ചിരുന്നെങ്കിലും 1938 ദക്ഷിണാഫ്രിക്കൻ തീരത്ത് നിന്ന് ഈ മത്സ്യത്തെ കണ്ടെത്തിയതോടെ ഈ ധാരണ തെറ്റി. പിന്നീട് അങ്ങോട്ട് മഡഗാസ്കർ ദ്വീപിന് സമീപമുള്ള മേഖലയിൽ ഈ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുന്നത് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മഡഗാസ്കറിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. 4 മുതൽ 6 അടി വരെ നീളം വയ്ക്കുന്ന ഇവയ്ക്ക് ഏകദേശം 90 കിലോഗ്രാമോളം ഭാരം വരും. കൂടാതെ സമുദ്രോപരിതലത്തിൽ നിന്നും 2300 അടി താഴെ ജീവിക്കാനാണ് സീൽകാന്തിന് ഇഷ്ടം. സീൽകാന്തുകൾക്ക് പ്രകൃതിപരമായി ഒട്ടേറെ കുറവുകളുണ്ട്. അതായത് ഇവ പ്രത്യേക ഇരകളെ മാത്രമേ വേട്ടയാടുകയുള്ളൂ. അതിനാൽ തന്നെ പരിസ്ഥിതി മാറ്റങ്ങൾ ഇവയുടെ ഇരകളെ ബാധിച്ചാൽ അനന്തരഫലമായി ഇവയുടെയും നാശം സംഭവിക്കും. വളരെ പതുക്കെ വളരുന്ന പ്രജനന നിരക്ക് തീരെ കുറവുള്ള മീനുകളാണ് സീൽകാന്തുകൾ. ഇവയിൽ തീവ്രഗന്ധമുള്ള എണ്ണകൾ, യൂറിയ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നതിനാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസമാണ് സീൽകാന്തിന്റേത്. എന്നാലും അപൂർവമായി ഇവയെ ഭക്ഷിക്കുന്നവർ മഡഗാസ്കറിലുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.